ദൈവജന ധ്യാനത്തിന്റെ പുതിയ ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെയുള്ള വചനങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ തുടർച്ചയായിട്ട് കുറച്ച് കാര്യങ്ങളിലൂടെ പറഞ്ഞ് മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. എന്തുകൊണ്ടാണ് ഹവ്വ ഈ പ്രലോഭനത്തിൽ ചെന്ന് പെട്ടത് എന്നുകൂടി ചിന്തിക്കുന്നത് നമുക്ക് നല്ലതായിരിക്കും. ഞാൻ ചിന്തിക്കുന്നു, ആദ്യമായി ഹവ്വ ഒറ്റയ്ക്കായിപ്പോയ ഒരു സമയമാണത്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് ഭാര്യയും ഭർത്താവുമായി ഒരുമിച്ച് ചേർത്ത് അവരെ ഏദനിലാക്കി ആദമിൻ്റെ പങ്കാളിയായി, ആദമിൻ്റെ തുണയായി ഹവ്വയെ നൽകിയ സാഹചര്യത്തിൽ അവരെപ്പോഴും കൂട്ടുകൂടി ജീവിക്കേണ്ടവരാണ്. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല എന്ന് പറഞ്ഞ ദൈവമാണ് ഈ തുണയാക്കി മനുഷ്യനെ ഒരുമിപ്പിച്ച് ചേർത്തത്. ഇവിടെ ആദം എവിടെയായിരുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് അറിവില്ല. എങ്കിലും ആദമിൽ നിന്ന് അകലെ മാറി ഒറ്റയ്ക്ക് നടന്ന ഹവ്വയാണ് പിശാച് പരീക്ഷിക്കുവാനായിട്ട് മുതിർന്നത് എന്നത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കുവാൻ സൃഷ്ടിക്കപ്പെട്ടവരല്ല എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. ദൈവം നമ്മളെ എവിടെ ആക്കി വെച്ചിരിക്കുന്നുവോ, ഏതെല്ലാം ബന്ധങ്ങളോട് നമ്മളെ ചേർത്ത് വെച്ചിരിക്കുന്നുവോ, ആ ബന്ധങ്ങളോട് ചേർന്ന് നിൽക്കുവാനായിട്ടുള്ള ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. മനുഷ്യൻ ഏകനായി ജീവിച്ചാൽ, ഏകനായി മുന്നോട്ട് പോയാൽ അതിൻ്റെ പല അപകടങ്ങളുണ്ട്. ആ അപകടങ്ങളെക്കുറിച്ച് ബോധ്യമുള്ളത് കൊണ്ടാണ് ദൈവം പറഞ്ഞത് മനുഷ്യൻ ഏകനായിരിക്കും നല്ലതല്ല. പാപത്തിൻ്റെ പ്രലോഭനങ്ങളിൽ അവൻ വീണുപോകാനായിട്ട് ഒറ്റയ്ക്ക് പോകുന്ന മനുഷ്യന് സാധ്യത കൂടുതലാണ്. രണ്ടുപേർ ഒരുമിച്ച് പോകുമ്പോൾ പാപം ചെയ്യുവാനായിട്ടുള്ള സാധ്യതയേക്കാൾ എപ്പോഴും ഒറ്റയ്ക്ക് പോകുമ്പോൾ പാപം ചെയ്യുവാനായിട്ടാണ് സാധ്യത. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഹവ്വ ആദമിനോട് ചേർന്ന് നിൽക്കേണ്ടതായിരുന്നു. ആദമിനോട് കൂടെ തോട്ടത്തിലെ ജോലികളൊക്കെ ചെയ്ത് മുമ്പോട്ട് പോകേണ്ട വ്യക്തിയായിരുന്നു. സാഹചര്യവശാൽ ഒറ്റയ്ക്കായിപ്പോയി എന്നതാണ് അവിടെ സംഭവിച്ച ആദ്യത്തെ ഒരു പ്രശ്നം. രണ്ടാമത്, ഹവ്വ സാത്താനോട് ഒരു സംഭാഷണത്തിൽ ഏർപ്പെട്ടു എന്നതാണ്. അതും ഒരു പരാജയമായി മാറി. സാത്താനോട് ഒരിക്കലും നമുക്കൊരു സംവാദത്തിൽ ഏർപ്പെടേണ്ട ആവശ്യമില്ല. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സാത്താൻ ഒരിക്കലും നമ്മുടെ നന്മയ്ക്കായി ചിന്തിക്കുന്ന വ്യക്തിയോ ഒരു നന്മ ഉളവാക്കുന്ന വ്യക്തിയോ അല്ല. പ്രത്യക്ഷത്തിൽ നമുക്ക് നന്മ എന്ന് തോന്നിക്കുന്ന, നമുക്ക് സന്തോഷം തരുന്നതാണ് എന്ന് ചിന്തിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുമ്പോഴും ഒരു കാര്യം നമ്മൾ ഓർക്കണം, പിശാച് തകർക്കുവാനായി, നശിപ്പിക്കുവാനായി വരുന്നവനാണ്. അവൻ കള്ളനാണ്, ചതിയനാണ് എന്നുള്ള കാര്യം നമ്മൾ ഓർത്തിരിക്കണം. അതുകൊണ്ട് തന്നെ പിശാചിനോടൊരു ദൈവഭക്തന്, ഒരു വിശ്വാസിക്ക് ഉണ്ടായിരിക്കേണ്ട സമീപനം എന്താണെന്ന് ചോദിച്ചാൽ, ആ പിശാചുമായിട്ട് യാതൊരു വിധത്തിലുള്ള സംസാരത്തിനും പോകേണ്ട ആവശ്യമില്ല എന്നതാണ്. യൂദായുടെ ലേഖനം 9-ാമത്തെ വാക്യത്തിൽ മിഖായേൽ ദൂതൻ മോശയുടെ ശരീരം സംബന്ധിച്ച് സാത്താനോട് വാദിക്കുമ്പോൾ അവിടെ പറയുന്നൊരു കാര്യമുണ്ട്, യഹോവ നിന്നെ ഭത്സിക്കട്ടെ എന്ന് പറഞ്ഞ് ആ രംഗം അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. പിശാചിനെ ശാസിച്ച് ഒഴിവാക്കേണ്ട ഒരു വ്യക്തിയാണ് കർത്താവായ യേശുക്രിസ്തു. അതെ, അങ്ങനെയാണ് ചെയ്തത്. സാത്താനെ ദൂരെ പോവുക എന്ന് പറഞ്ഞു. അപ്പോൾ പരീക്ഷകളുമായി, പരിശോധനകളുമായി, പാപത്തിൻ്റെ പ്രലോഭനങ്ങളുമായി നമ്മുടെ അടുക്കിലേക്ക് വരുന്ന ഈ പിശാചിനെ, ഈ സാത്താനെ ഒരു നിമിഷം പോലും അവിടെ നിർത്തി അവൻ്റെ വിശേഷം ചോദിക്കുവാൻ, അവൻ്റെ ന്യായം കേൾക്കുവാൻ നിന്നു കൊടുക്കാതിരിക്കുകയാണ് നമുക്ക് ചെയ്യേണ്ടത്. അവനെ ആട്ടി പുറത്താക്കുക, ആട്ടിപ്പായ്ക്കുക, അവൻ്റെ അടുക്കൽ നിന്ന് ഓടി രക്ഷപ്പെടുകയോ അവനെ ദൂരേക്ക് അകറ്റിവിടുകയോ ചെയ്യുക. ഇതാണ് നമുക്ക് ചെയ്യുവാനുള്ളത്. സാത്താനോട് എതിർത്ത് നിൽക്കുക എന്നതാണ് യാക്കോബിൻ്റെ ലേഖനത്തിൽ നമുക്ക് തരുന്ന പ്രബോധനം. അതുകൊണ്ട് ഒരു നിമിഷം പോലും പിശാചിനോട് സന്ധി സംഭാഷണം നടത്തുവാനായിട്ട് തുനിയരുത്. ഹവ്വയ്ക്ക് പറ്റിയ അപകടം ഇതാണ്. പിശാചിനോട് മാത്രമല്ല, തിന്മയോടും നമുക്ക് സന്ധി സംഭാഷണം നടത്തുവാനായിട്ട് അനുവാദമില്ല, അല്ലെങ്കിൽ അതും അപകടകരമായ ഒരു കളി തന്നെയാണ്. പാപത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ആ പാപത്തിൻ്റെ രസകരമായ, ആസ്വാദികരമായ വശത്തെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ നമ്മൾ ചിന്തിക്കുകയും നമ്മളോട് തന്നെ സംസാരിക്കുകയും ചെയ്തുകൊണ്ടിരുന്നാൽ ആ പാപം നമ്മളെ കീഴടക്കും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വചനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവൃത്തികൾക്ക് കൂട്ടാളികൾ ആകരുത്, അവയെ ശാസിക്കുകയത്രേ വേണ്ടത്.
നമുക്ക് ശാസിച്ച് അകറ്റുവാനുള്ള രണ്ട് പ്രധാനപ്പെട്ട ശത്രുക്കളാണ്, ഒന്ന് സാത്താനും, രണ്ട് തിന്മയും അഥവാ പാപവും. ഇത് രണ്ടിനോടും സന്ധി സംഭാഷണത്തിനൊരു വിശ്വാസി പോകരുത്. ഇത് രണ്ടിനോടും കോംപ്രമൈസിന് ഒരു വിശ്വാസി പോകരുത്. അത് അപകടത്തിൽ ചെന്ന് കലാശിക്കുമെന്നുള്ള കാര്യം നാം ഓർത്തിരിക്കേണ്ടതാണ്. മൂന്നാമത് ഹവ്വയ്ക്ക് പറ്റിയ അപകടം ദൈവത്തിൻ്റെ വചനത്തെ സംശയിച്ചു എന്നതാണ്. ദൈവ വചനത്തിലുള്ള നിശ്ചയക്കുറവായിരുന്നിരിക്കാം ആ സംശയം ഹവ്വയ്ക്കുണ്ടായി. ആദമിനോടാണ് ദൈവം ഈ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത് എന്ന് കൽപ്പന കൊടുത്തത്. സ്വാഭാവികമായും ആദമാണ് ഹവ്വയ്ക്ക് ദൈവത്തിന്റെ ഈ കൽപ്പനയെക്കുറിച്ച് പറഞ്ഞു കൊടുത്തത്. ആ പറഞ്ഞു കൊടുത്തപ്പോൾ ആദം ദൈവം പറഞ്ഞ വാക്കുകളെ അങ്ങനെ തന്നെയാണോ പറഞ്ഞു കൊടുത്തത് എന്ന് നമുക്കറിയില്ല. എന്തായാലും തിന്നുക മാത്രമല്ല തൊടുക പോലും ചെയ്യരുത് എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട് എന്ന് ഹവ്വ ഒരു എക്സ്ട്രാ ഫിറ്റിങ്സ്, ഒരു കൂട്ടിച്ചേർക്കൽ അവിടെ നടത്തുന്നത് നമുക്ക് കാണാം. അപ്പോൾ ദൈവ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ തന്നെ വിശ്വസിക്കുകയും ദൈവവചനം അങ്ങനെ തന്നെ സ്വീകരിക്കുകയുമാണ് നാം ചെയ്യേണ്ടത്. ഇനി ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ സംശയിക്കുവാനായിട്ട് നമുക്ക് പാടില്ല. ദൈവവചനം സംശയിച്ചാൽ നമ്മൾ വലിയ തെറ്റിലേക്ക് ചെന്ന് ചാടുമെന്നുള്ളതാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്ന വിലക്കുകളെ അതങ്ങനെ തന്നെ മനസ്സിലാക്കിയാൽ, അതങ്ങനെ തന്നെ മുഖവിലക്കെടുത്ത് സ്വീകരിച്ചാൽ ഒത്തിരി അപകടങ്ങളിൽ നിന്ന് നമ്മുടെ ജീവിതത്തെ നമുക്ക് രക്ഷിക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ ദൈവത്തിൻ്റെ വചനം വിലക്കിയിരിക്കുന്ന കാര്യങ്ങളെ പരീക്ഷിച്ചറിയുവാനായിട്ട് നാം മുതിരുന്നുവെങ്കിൽ അതിൻ്റെ പരിണിത ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ്. ചിലപ്പോഴൊക്കെ കുട്ടികളോട് നമ്മൾ പറയുന്ന ചില കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ ഒരു പാഠം നമുക്ക് അതിൽ നിന്ന് പഠിക്കാനായിട്ട് സാധിക്കും. മാതാപിതാക്കൾ മിക്കപ്പോഴും കുട്ടികളോട് ചില വിലക്കുകൾ പറയാറുണ്ട്. റോഡ് ക്രോസ് ചെയ്യുന്നതിനെക്കുറിച്ചോ, അല്ലെങ്കിൽ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുന്നതിനെക്കുറിച്ചോ, അല്ലെങ്കിൽ ചില ആഹാര സാധനങ്ങൾ കഴിക്കുന്നതിനെ സംബന്ധിച്ചോ ഒക്കെ പല വിധത്തിലുള്ള വിലക്കുകൾ കുട്ടികളുടെ മുമ്പിൽ മാതാപിതാക്കൾ വെക്കാറുണ്ട്. ഈ വിലക്കുകളൊന്നും കുഞ്ഞുങ്ങളുടെ ജീവിതത്തെ ബുദ്ധിമുട്ടിലാക്കുവാനോ അവർക്ക് എന്തെങ്കിലും നന്മ നിഷേധിക്കുവാനോ വേണ്ടിയല്ല, അവരുടെ ജീവിതത്തിൽ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കുവാനും നന്മ ഉണ്ടാകുവാനും വേണ്ടിയാണ് ഈ വിലക്കുകളൊക്കെ മാതാപിതാക്കൾ നൽകുന്നത്. എന്നാൽ മാതാപിതാക്കളുടെ ഉദ്ദേശത്തെക്കുറിച്ച്, മാതാപിതാക്കൾ പറഞ്ഞ ആ ഒരു കാര്യത്തെ മുഖവിലക്കെടുത്ത് വിശ്വസിക്കാൻ സാധിക്കാതെ പോയാൽ ആ കുട്ടികൾ മിക്കവാറും ഒക്കെ അപകടങ്ങളിൽ ചെന്ന് ചാടുമെന്നുള്ള കാര്യം നമുക്കറിയാം. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ കാര്യത്തിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ദൈവവചനത്തെ ഹവ്വയ്ക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇത് തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ സംഭവിക്കുമെന്നുള്ള കാര്യം വിശ്വസിച്ച് സാത്താന്റെ ആ പ്രലോഭനങ്ങളെ ഒഴിവാക്കി മുന്നോട്ട് പോകേണ്ടവളായിരുന്നു ഹവ്വ. പക്ഷേ ഹവ്വയ്ക്ക് അത് സാധിച്ചില്ല. 3 കാരണങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന്, ഹവ്വ ഒറ്റയ്ക്കായിപ്പോയി. നമ്മൾ ഒരിക്കലും ഒറ്റയ്ക്ക് ജീവിക്കുവാനായിട്ട് ശ്രമിക്കരുത്. മറ്റുള്ള വ്യക്തികളുമായി, ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ, ദൈവം ഒരുമിപ്പിച്ച് ചേർത്തിരിക്കുന്ന ഭാര്യാഭർത്തൃ ബന്ധം, മക്കൾ മാതാപിതാക്കൾ ബന്ധം, വിശ്വാസ സമൂഹത്തിലെ സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം, ഈ ബന്ധങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം സുരക്ഷിതമായി ജീവിക്കുവാൻ അത്യാവശ്യമായതാണ്. ഹവ്വ ആദമിൽ നിന്ന് അകന്നുപോയി. രണ്ടാമത്, സാത്താനുമായി ഒരു സംഭാഷണത്തിലേക്ക് ഹവ്വ നീങ്ങി. അതിൻ്റെയും ആവശ്യമില്ലായിരുന്നു. സാത്താനുമായും തിന്മയുമായും യാതൊരു വിധത്തിലുള്ള സംഭാഷണങ്ങൾക്കും പോകാതിരിക്കുന്നതാണ് നമുക്ക് നല്ലത്. മൂന്നാമത്, ദൈവത്തിൻ്റെ വചനത്തെ വിശ്വസിക്കേണ്ടതാണ്. അത് വിശ്വസിച്ച് മുമ്പോട്ട് പോയാൽ നമുക്ക് പാപത്തിൻ്റെ പ്രലോഭനങ്ങളെ ഒഴിവാക്കി ജീവിക്കുവാനായിട്ട് സാധിക്കും. ഈ വചനചിന്തകളാൽ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.